ഹരേകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ശുക്രന്റെ രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. 1201 ആണ്ട് ചിങ്ങമാസം 4-ാം തീയതി 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി പുലർച്ചെ 1:20 ശുക്രൻ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് മാറുന്നത്. കർക്കിടകത്തിലേക്ക് മാറുന്ന ശുക്രൻ ചിങ്ങമാസം 29 വരെയും സെപ്റ്റംബർ മാസം 14 വരെയാണ് അവിടെ നിൽക്കുന്നത്. അതായത് ഏകദേശം 25 ദിവസം അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയുള്ള ഫലം ഉണ്ടാകും എന്നുള്ളത് ധനുക്കൂറുകാർക്ക് നോക്കാം. ധനുക്കൂറുകാർക്കാണെങ്കിൽ ഇതുവരെ 7-ാം ഭാവത്തിൽ അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ 8-ാം ഭാവമായിട്ടുള്ള ഭാവത്തിലേക്ക് കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ ധനുക്കൂറുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന, അതായത് മൂലം പോരാടം ഉത്രാടം എന്ന ധനുക്കൂറുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന 7-ാം ഭാവത്തിലുള്ള ശുക്രന്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടി അനുകൂല സ്ഥിതിയിലാവുകയാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളും ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള പിണക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളും അസഹ്യമായിട്ടിരിക്കുന്ന ഒരു സമയത്തും, അതുപോലെ തന്നെ ദാമ്പത്യ ഐക്യത ഇല്ലാതായുള്ള പ്രശ്നങ്ങളും ഉള്ളതെല്ലാം മാറി അനുകൂലാവസ്ഥ വരുവാനുള്ള സാധ്യതകളും, നാശം പിടിച്ച ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതകളും, വാഹന സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അനുകൂല ഭാവത്തിൽ വരികയും വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുവാനുള്ള സമയങ്ങളും, അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു വാഹനം എടുക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു, പലവിധ വാഹനങ്ങൾ നോക്കി ഒന്നും മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും, അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച വാഹനം നമ്മൾക്ക് കൈവന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളത് അതെല്ലാം മാറി വരുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വാഹനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയറായിട്ട് വരുവാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ അത് സർവീസിന് കൊടുക്കുകയോ അല്ലെങ്കിൽ റിപ്പയറിന് വല്ലതും കൊടുക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയത്തിന് കിട്ടാതെയുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടാവുകയും അതിൻ്റെ പാർട്സുകൾ മറ്റുള്ളത് കിട്ടാതെ വരികയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിലും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വാഹന തകരാറുകൾ വരാറുണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടുവാനുള്ള സാധ്യതകൾ ഈ മാറ്റത്തോടുകൂടി ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇതോടുകൂടി ഒഴിവായി പോകുന്നതാണ്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൂടി വരുവാനും വാഹന സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് ഗുണങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ രാശിമാറ്റത്തിലൂടെ കാണുന്നുണ്ട്. അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി വിവാഹങ്ങൾ അനുകൂല സ്ഥിതിയിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയും അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധവും തടസ്സങ്ങൾ മാറി വരുവാനുള്ള സാധ്യതകളും, പ്രണയിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പ്രണയ സാഫല്യം നേടുവാനുള്ള സാധ്യതയും, സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്ന കലാകായികന്മാർക്കെല്ലാം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതെല്ലാം മാറി അനുകൂലാവസ്ഥയിൽ വരികയും ബുദ്ധിമുട്ടുകൾ മാറി പരമായിട്ടുള്ള ഷൂട്ടിങ്ങുകളും മറ്റുള്ളതുണ്ടെങ്കിൽ അതെല്ലാം നിർത്തിവെച്ച് പോകേണ്ടി വരുന്ന ഒരു ഘട്ടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പുനരുദ്ധീകരിക്കുവാനും ഉള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വസ്ത്രമേഖലയിൽ ഡിമ്മായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെല്ലാം പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതയും ബിസിനസ് വർദ്ധിക്കുവാനുള്ള സാധ്യതയും ധനുക്കൂറുകാർ കാണുന്നത്. മകരക്കൂറുകാർക്കാണെങ്കിൽ 7-ാം ഭാവത്തിലാണ് ഇപ്പോൾ ശുക്രൻ വന്നിരിക്കുന്നത്. അത് കാരണം ഭാര്യ ഭർത്ത ബന്ധത്തിന് കുറച്ച് ഐക്യത കുറവ് വരുവാനും ദാമ്പത്യ ബന്ധം അതുപോലെ തന്നെ ശാരീരിക ബന്ധം എന്നുള്ളവയെല്ലാം കുറച്ച് വിട്ടു നിൽക്കുവാനുള്ള സാധ്യതയും അല്ലെങ്കിൽ തൃപ്തി വരാതിരിക്കാനുള്ള സാധ്യതയും, പ്രണയിക്കുന്നവരെല്ലാം കലയിക്കാനുള്ള സാധ്യതയും ശുക്രമാറ്റത്തിലൂടെ നമുക്ക് വന്നു ചേരാവുന്നതാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾ മുടങ്ങിപ്പോകാനും ഉദ്ദിഷ്ട വിവാഹാലോചനകൾ ചിലപ്പോൾ തെന്നി മാറുവാനും അല്ലെങ്കിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാനും എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതയും ഉള്ളത് കാരണം കൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും ശുക്രന്റെ ഈ 7-ാം ഭാവത്തിലുള്ള രാശിമാറ്റത്തോടുകൂടി അതിന് പ്രവർത്തനങ്ങളും വാഹന തകരാറുകളും ചെറിയ മുട്ടലും തട്ടലുകളും അതുപോലെ റിപ്പയർ സംബന്ധമായിട്ടുള്ള പണികളും എല്ലാം വാഹനത്തിൽ വരാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും പരിഹാരങ്ങൾ നടത്തണം. വെള്ളിയാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ വെളുത്തപ്പട്ട് ഡിസൈനോടുകൂടിയ വെളുത്തപ്പട്ട് ഭഗവതിക്ക് ചാർത്തുന്നതും വളരെ ഉത്തമപരമായിട്ടുള്ള പരിഹാരമാണ്. ഈ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഈ തടസ്സമായിട്ടുള്ളതും 7-ാം ഭാവത്തിലുള്ള ദോഷത്തിനുള്ള പരിഹാരങ്ങളായിട്ടും മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന യുവതി യുവാക്കൾക്കെല്ലാം ഇപ്പോൾ സംഭാഷണത്തിലൂടെ ചിലപ്പോൾ അലോസരമായിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ വന്നു പെടുവാനും ചിലപ്പോൾ അത് സൗന്ദര്യ പിണക്കത്തിനോ അല്ലെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും വേർപിരിയാനുള്ള സാധ്യതയ്ക്കോ ഉണ്ടെങ്കിൽ അതെല്ലാം തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുള്ള സാധ്യതയും ഈ പരിഹാരങ്ങളോടുകൂടി ഉണ്ടാവുന്നതാണ് മകരക്കൂറുകാർക്ക്. അതായത് മകരക്കൂറ് പറയുമ്പോൾ ഉത്രാടത്തിന്റെ
അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗം കൂടി ചേരുന്ന മകരക്കൂറുകാർക്കുള്ള ശുക്രന്റെ രാശിമാറ്റത്തോടുള്ള ഫലമാർഗമാണ്. കുംഭക്കൂറുകാർക്കാണെങ്കിൽ ഇതുവരെ 5ാം ഭാവത്തിൽ നിന്നിരിക്കുന്ന ശുക്രൻ 6ാം ഭാവത്തിൽ വരുമ്പോൾ അനുകൂലപരമായിട്ടുള്ളതാണ്. അതായത് വാഹന സംബന്ധമായിട്ട് വല്ല കടബാധ്യതയോ ബുദ്ധിമുട്ടുകളോ റിപ്പയറുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വരുവാനും വാഹന സംബന്ധമായിട്ടുള്ള അടവുകൾ മറ്റുള്ള അടയ്ക്കുവാനും വാഹന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുവാനും പുതിയ വാഹനങ്ങൾ എടുക്കുവാനുള്ള സൗകര്യങ്ങളും എല്ലാം ഈ മാറ്റത്തോടുകൂടി അവർക്ക് ഉണർന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി വരുവാനും ദാമ്പത്യ ബന്ധത്തിൽ ഐക്യതയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയും ശാരീരിക ബന്ധ സംബന്ധമായിട്ടുള്ളതും ലൈംഗിക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭേദമാകാനുള്ള സാധ്യതയും ലൈംഗിക സുഖം കിട്ടുവാനുള്ള സാധ്യതയും പ്രണയിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലപരമായിട്ടുള്ള സാന്ദ്രതയും അതുപോലെ തന്നെ സുഖങ്ങളും കിട്ടുവാനുള്ള സാധ്യതയും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവരും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഗുണാധിക്യം കൂടുതലായിട്ട് വരുവാനുണ്ട്. അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി പുതിയ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഗുണപരമായിട്ടുണ്ട്. വസ്ത്രമേഖലയിൽ നല്ലൊരു മിന്നും തിളക്കം തന്നെ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. പുതിയ ഷോറൂമുകളെല്ലാം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയും പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്നതും പുതിയ ബിസിനസ്സിനെ തുടങ്ങുവാനുള്ള സാഹചര്യങ്ങളും വസ്ത്രലാഭങ്ങളും വസ്ത്രവിഭൂഷപരമായിട്ടുള്ള ലോകത്തേക്ക് നയിക്കുകയും ആകർഷണപരമായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളെ ആകർഷിക്കുകയും വസ്തുക്കളുടെ ആഭരണ ശേഖരണങ്ങളും എല്ലാം വിട്ടുവാനുള്ള സാധ്യതയും കുംഭക്കൂറുകാർ കാണുന്നുണ്ട്. മീനക്കൂറുകാർക്കാണെങ്കിൽ ഇതുവരെ 4ാം ഭാവത്തിൽ നടന്നുകൊണ്ടിരുന്ന ശുക്രൻ 5ാം ഭാവമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രണയബന്ധങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുവാനും പ്രണയബന്ധങ്ങൾ പൂവണിയുവാനും പ്രണയബന്ധങ്ങൾ പുതിയതായിട്ട് തുടങ്ങുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കെല്ലാം ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ പലവിധ ടെക്നീഷ്യൻ സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പുതിയ ഉണർവുകളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും മേൽക്കോയ്മകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വസ്ത്രമേഖലകളിൽ നല്ല വസ്ത്രങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും വസ്ത്രമേഖലയിൽ ബിസിനസ് പുനരധിവരിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടും സുഗന്ധദ്രവ്യങ്ങളായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകളും കുടുംബത്തിലെ ഐശ്വര്യ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വീട്ടിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും എല്ലാം ഈ മാറ്റത്തോടുകൂടി മീനക്കൂറുകാർക്കും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശുക്രന്റെ മാറ്റത്തിൽ ഇവർക്കെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന രാശിക്കാർക്ക് ധനു മകര കുംഭ മീന എന്നീ രാശിക്കാർക്കെല്ലാം ഉള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. 25 ദിവസത്തെ ഫലമാണ് പറഞ്ഞത്. നമസ്കാരം.